Welcome to my channel. So last class we were discussing about the chemical properties of alkane. In that we have discussed about the substitution reaction. I think you all remember that is substitution reaction, in which we have discussed about halogenation, that is in halogens, chlorination, bromination, ironization and fluorination we have discussed in detail. Then we just moved to oxidation. Oxidation we have classified into two types: complete oxidation and the incomplete oxidation. Then the third one today we are going to discuss about this is controlled oxidation or catalytic oxidation. We can write it as a third one, that is catalytic oxidation. ബിഫോർ ടേക്കിംഗ് ദിസ് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഇതിപ്പോൾ നിങ്ങളിങ്ങനെ പഠിക്കുമ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് വരും, അയ്യോ ഞങ്ങൾക്ക് പഠിച്ചതൊന്നും ഓർമ്മയുണ്ടാവില്ല. ഓർഗാനിക് ആണ്, നമുക്കിപ്പോൾ അതിൻ്റേതായ മറവികൾ നിങ്ങൾക്ക് നല്ല ഈ ഓർഗാനിക്കൊക്കെ പഠിച്ചിട്ട് നമ്മളൊക്കെ MSc കഴിഞ്ഞു, നമ്മൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ പോലും ഓർഗാനിക്കിൽ പല റിയാക്ഷൻസ് നമ്മൾ മറന്നു പോകും. ഓർഗാനിക് ഇസ് ലൈക്ക് ദാറ്റ് ഓൺലി. അത് വിചാരിച്ചിട്ട് ഓർഗാനിക് ടഫ് സബ്ജക്റ്റ് ഇല്ല, ഏറ്റവും എളുപ്പമാണ്, ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഒന്ന് റീകോൾ ചെയ്ത് നമുക്ക് എളുപ്പമാണ്. ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ റിയാക്ഷൻ മറന്നു, പക്ഷേ ആ ടെക്സ്റ്റിൻ്റെ ഒരു പേജ് നമ്മളൊരു വാക്കോ കണ്ട ഇതാണെന്ന് ഓർമ്മയില്ല. അപ്പം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രഷപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അയ്യോ എനിക്ക് മാത്രം, നിങ്ങൾക്ക് മാത്രമല്ല മറന്നു പോകുന്നത്, പഠിക്കുന്ന ഒരുവിധം എല്ലാവർക്കും മറന്നു പൊക്കോട്ടെ. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യുക. എങ്ങനെ റിഫ്രഷ് ചെയ്യുക? നിങ്ങൾ ഫ്രീ കിട്ടുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ നല്ലൊരു A4 ഷീറ്റിൽ നല്ല കളർ പെന്നൊക്കെ വെച്ചിട്ട് റിയാക്ഷൻസ് സിമ്പിളാക്കി എഴുതി വെച്ചാൽ എന്താ പറയുക, ഇടയ്ക്ക് ആ ബുക്കൊന്ന് വെറുതെ മറിക്കുമ്പോൾ ഇതായിരുന്നല്ലോ ഞാൻ പഠിച്ചത്, എളുപ്പമാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അതായത് നമ്മളിങ്ങനെ വെറുതെ ഫുൾ ടെക്സ്റ്റ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഫുൾ ഗൈഡ് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങളൊരു കുഞ്ഞാക്കി എഴുതുന്ന നോട്ട്സ് ഉണ്ടെങ്കിൽ ഓർഗാനിക്കിൻ്റെ കാര്യത്തിൽ റിയാക്ഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആലോചിക്കാൻ പറ്റും. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളെ പോലെയാണ് എല്ലാവർക്കും ഓർഗാനിക് മറന്നു പോകും, റിയാക്ഷൻസ് കൺഫ്യൂഷൻ വരും. പക്ഷേ ആ കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ബ്രഷപ്പ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേ വെറുതെ നമ്മുടെ കയ്യിൽ ആ പേപ്പേഴ്സ് ഒന്ന് മറച്ചു നോക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ പേപ്പർ ഒന്ന് ടേബിളിലുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് മറച്ചു നോക്കുക. അങ്ങനെയാണ് നമ്മളിതൊന്ന് പഠിച്ച് റെഡിയാക്കുക. അപ്പോൾ നമുക്കിന്ന് പറയാനുള്ളത് കാറ്റലിറ്റിക് ഓക്സിഡേഷനാണ്. കാറ്റലിറ്റിക് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കീൻസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് ഡിഫറെൻറ്റ് കാറ്റലിസ്റ്റ് ആൻഡ് ഗിവ് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ്. ആൽക്കീൻസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്തിട്ട്, എങ്ങനെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യും, പ്രഷർ കൺട്രോൾ ചെയ്യും, എന്നിട്ട് കാറ്റലിസ്റ്റിനെ യൂസ് ചെയ്തത് മാറ്റിക്കൊണ്ടിരിക്കും. ഈ ഓരോ കാറ്റലിസ്റ്റിനും ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽക്കീൻ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആയിരിക്കും. ശ്രദ്ധിച്ചോളൂ. ദ ഫസ്റ്റ് വൺ ഞാൻ മീത്തേനെയാണ് എടുക്കുന്നത്. മീത്തേൻ വെൻ ട്രീറ്റഡ് വിത്ത് ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ കാറ്റലിസ്റ്റ് അറ്റ് 573 Kelvin at 100 atmospheric pressure, that is methane when treated with oxygen at 523 ആണ്. 573 ചിലതിൽ കാണുന്ന ടെക്സ്റ്റിൽ 523, that is 523 Kelvin. ഒരു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയ കുഴപ്പമൊന്നുമില്ല. 100 atmosphere we are getting alcohol. കണ്ടോ, എന്താണ് മീത്തേനെ ഞാൻ ഓക്സിജൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യാണ്. ഏതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ട് കോപ്പറാണ് കാറ്റലിസ്റ്റ്. 523 Kelvin 100 atmosphere ആകുമ്പോൾ എനിക്ക് കിട്ടുന്നത് ആൽക്കഹോൾ. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് മീത്തേൻ എപ്പോഴും ഓക്സിജനുമായിട്ട് ഞാൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോൾ അല്ല. കാറ്റലിസ്റ്റ് മാറുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റ് മാറും. സെക്കൻഡ് വൺ, മീത്തേൻ വെൻ ട്രീറ്റഡ് വിത്ത് ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് മോളിബിഡനം ഓക്സൈഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ 35 atmosphere. ഞാൻ എന്താ അറിയോ കൺഫേം ചെയ്ത് പറയുന്നത് ഇൻ ബിറ്റ്വീൻ. ഞാൻ എവിടെയെങ്കിലും ഒന്ന് മിസ്സായ ടെക്സ്റ്റിലുള്ളതല്ല വെച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്നും നോക്കി പറഞ്ഞ് നിങ്ങളുടെ ടെക്സ്റ്റിൽ അറ്റ്മോസ്ഫിയർ പറഞ്ഞിട്ടില്ല. But at high temperature when we are using molybdenum we are getting HCHO. What is this HCHO? This is aldehyde. ഇതിൻ്റെയൊക്കെ പേരെന്താ? This is methanol. ആൽക്കഹോൾ ആകുമ്പോൾ ഓൾ, ഇത് മെഥനാൾ. മെത്തല് ഒരു കാർബൺ, അപ്പം മെഥനാൾ. അപ്പം CH4 when treated with oxygen at high temperature in presence of molybdenum oxide at catalyst we are getting methanol or we are getting aldehyde. Third one, okay, this reaction is proceeding only with higher alkanes. For example, we are considering ethane when treated with oxygen in presence of silver oxide. Silver oxide പ്രസൻസിലാകുമ്പോൾ we are getting an acid. നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ ആസിഡാണ് കിട്ടുന്നത്. അപ്പം ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ദാറ്റ് ഈസ് alkane when treated with oxygen in presence of copper catalyst at 523 Kelvin it gives
alcohol. Methane when treated with oxygen in presence of molybdenum oxide, we are getting aldehyde. And higher alkanes when treated with silver oxide, we are getting an acid. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഒരു കോഡ് പറയും. ഇത് ഞാൻ പഠിച്ചതൊന്നും അല്ല കേട്ടോ, ഞാൻ ഇപ്പം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ പറയാമല്ലോ. അതായത് നമ്മൾ കോപ്പറിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, കോപ്പർ വെസൽസിൻ്റെ ഉള്ളിൽ ആൽക്കഹോൾ എന്ന് ആലോചിച്ചാൽ മതി. അതായത് ആൽക്കെയിൻസ് വെൻ ട്രീറ്റഡ് വിത്ത് കോപ്പർ അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഓൾമോസ്റ്റ് അറ്റ് 100 atmosphere, വി ആർ ഗെറ്റിംഗ് ആൽക്കഹോൾ. അപ്പോൾ മോളിബിഡ്നത്തിന് ആലോചിക്കാൻ നമ്മൾ MO അല്ലേ, മോൾ. ഇത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മാൾ. മോളിബിഡ്നം ആൽഡിഹൈഡ്. അപ്പോൾ മോളിബിഡ്നത്തിൻ്റെ പ്രസൻസിലാണ് ആൽക്കെയിൻസ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. സിൽവറിന് എനിക്ക് പ്രത്യേകിച്ച് കോഡൊന്നും ആലോചിച്ചിട്ട് വരുന്നില്ല. സിൽവർ ഓക്സൈഡ് വെൻ ട്രീറ്റഡ് വിത്ത് ആൽക്കെയിൻ, വി ആർ ഗെറ്റിംഗ് ആസിഡ്. അപ്പം എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, കോപ്പർ വെസൽസിലെ ആൽക്കഹോൾ, കോപ്പറിൻ്റെ പ്രസൻസിലാണ് നമ്മളൊരു ആൽക്കെയിൻ ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആൽക്കഹോൾ കിട്ടും. മോളിബിഡ്നം ആണെങ്കിൽ ആൽഡിഹൈഡ്, സിൽവർ ഓക്സൈഡ് ആണെങ്കിൽ ആസിഡ്. ഇനി നമുക്കിവിടെ പറയാനുള്ളത് മെയിൻലി എന്താ വെച്ചാൽ, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന നല്ല സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. എപ്പോഴും ആലോചിച്ചേക്കണം, നമ്മൾ യൂസ് ചെയ്യും പലപ്പോഴായിട്ട് റിയാക്ഷനിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റും പൊട്ടാസ്യം ഡൈക്രോമേറ്റും. ഇവർ രണ്ടാളും നല്ല സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. ബട്ട് ദീസ് ഓക്സിഡൈസിങ് ഏജൻസ് ഹാവ് ദിസ് നോട്ട് ഹാവ് എനി റിയാക്ഷൻ വിത്ത് ദിസ് ആൽക്കെയിൻ. ലോവർ ആൽക്കെയിൻസ് ആയിട്ട് ഇവർക്ക് വലിയ റിയാക്ഷൻ ഒന്നുമില്ല. പക്ഷേ tertiary alkanes എന്ന് പറഞ്ഞാൽ the carbon atom which is attached to 3 other carbon atom, when treated or oxidized in presence of potassium permanganate, we will be getting tertiary alcohol. നമുക്ക് എന്ത് കിട്ടും, tertiary alcohol കിട്ടും. ഇതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാറ്റലിറ്റിക് ഓക്സിഡേഷൻ. ക്ലിയർ ആണല്ലോ. അടുത്തതെന്ന് പറയുന്നത് റിയാക്ഷൻ വിത്ത് സ്റ്റീം ആണ്. റിയാക്ഷൻ വിത്ത് സ്റ്റീം വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്. റൈറ്റ് ടു എനി വൺ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ഫ്രം ആൽക്കെയിൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതാ ഞാൻ പറഞ്ഞത്, റിയാക്ഷൻ വിത്ത് സ്റ്റീം എന്ന് പറഞ്ഞാൽ വെള്ളം നല്ല ചൂടായിട്ടുള്ള അതിൻ്റെ വേപ്പേഴ്സ് അല്ലേ. അപ്പോൾ ഒരിക്കലും പറയരുത് ആൽക്കെയിൻ വെൻ ട്രീറ്റഡ് വിത്ത് വാട്ടർ അല്ല. ദിസ് H2O എന്ന് എഴുതുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് സ്റ്റീമാണ്. ആൽക്കെയിൻസ് വെൻ ട്രീറ്റഡ് വിത്ത് steam at high temperature, that is almost 1273 Kelvin, in presence of nickel catalyst, we are getting carbon monoxide and dihydrogen. And this is one of the best method for the preparation of dihydrogen in industry. Industryയിൽ dihydrogen prepare ചെയ്യാനുള്ള നല്ലൊരു പ്രോസസ്സാണിത്. അപ്പോൾ എന്താണ്, methane or alkanes when treated with steam at high temperature, that is almost 1273 Kelvin, in presence of nickel to produce carbon monoxide and dihydrogen. അപ്പോൾ അതാണ് അത്. ഇനി അടുത്തെന്ന് പറയാനുള്ളത്, ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഐസോമറൈസേഷൻ. എന്താണ് ഐസോമറൈസേഷൻ? എന്താണ് ഈ ഐസോമറൈസേഷൻ എന്ന് പറയുന്നത്? ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, the molecules which are having same molecular formula but have different structural arrangement, such molecules are called as isomers. അപ്പോൾ ഇവിടെ ഐസോമറൈസേഷൻ, അപ്പോൾ ഇവിടെ ഹയർ ആൽക്കെയിൻസിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. വി ആർ ഹീറ്റിംഗ് ഹയർ ആൽക്കെയിൻസ്. ഞാൻ എന്താ പറയുക, ഓരോ ടെമ്പറേച്ചർ എവിടെയെങ്കിലും ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ മിസ്സായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ തവണ ഇത് നോക്കുന്നത്. That is higher alkane when treated with aluminum trichloride in presence of hydrochloric acid, almost at 200 degrees Celsius and 35 atmosphere. That is alkanes, higher alkane when treated with aluminum trichloride in presence of hydrochloric acid at high temperature, that is almost at 200 degrees Celsius, that is 573 നമുക്കറിയാം 200 degrees Celsiusനെ 273 Kelvin വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യല്ലേ ചെയ്യാം. അപ്പോൾ 473 Kelvin, that is 35 atmospheric pressure, we are getting CH3 CH1 2 3 4. ഓക്കെ, ഇതെന്താണ് സെയിം മോളിക്കുലർ ഫോർമുല നോക്കൂ. 1 2 3 4 4 കാർബൺ 1 2 3 4 3 6 7 8 9 10 3 6 9 10. കണ്ടോ, same molecular formula, only the difference in their structural arrangement. So this is the process of isomerization, that is higher alkane when treated with aluminum trichloride in presence of hydrochloric acid, we will be getting isomers, that is branched ആയിട്ടുള്ള products കിട്ടും.
പിന്നെ അടുത്ത് നമുക്ക് പറയാനുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഇസ് ആരോമാറ്റൈസേഷൻ. അത് കുറച്ച് വലുതായതുകൊണ്ട് നമുക്കിതൊക്കെ വായിക്കാം. അപ്പോൾ നമ്മളപ്പോൾ 5 എണ്ണം പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ആരോമാറ്റൈസേഷൻ. എന്തായിരുന്നു ആരോമാറ്റിക് കോമ്പൗണ്ട്സ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരോമാറ്റിക് ഏറ്റവും നമ്മുടെ ഒരു ലെവലിലുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആർ ദോസ് കോമ്പൗണ്ട്സ് വിച്ച് ആർ ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 ബെൻസീൻ റിംഗ്. ഹയർ ക്ലാസ്സിൽ നമ്മൾ ആരോമാറ്റിസിറ്റി കൂടുതൽ പഠിക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു ലെവലിൽ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആർ ദോസ് കോമ്പൗണ്ട്സ് വിച്ച് ആർ ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 ബെൻസീൻ റിംഗ് ആണ്. അപ്പം ഞാനിതാ ചെയ്യുന്നു. എങ്ങനെയാണ് ആരോമാറ്റൈസേഷൻ ശ്രദ്ധിച്ചോളൂ. അപ്പം എന്താണ് ആരോമാറ്റൈസേഷൻ? ദാറ്റ് ഈസ് ആൽക്കെയിൻസ്, ഹയർ ആൽക്കെയിൻസ് ആണ്. ദാറ്റ് ഈസ് ആൽക്കെയിൻസ് വിത്ത് കാർബൺ 6 or more കാർബൺ ആറ്റം, ദാറ്റ് ഈസ് 6 to 8 കാർബൺ ആറ്റം. ആൽക്കെയിൻസ് വിത്ത് 6 to 8 കാർബൺ ആറ്റം. അപ്പം ഞാൻ ആദ്യം 6 കാർബൺ ആറ്റം ഉള്ള ഒരാളെ വരയ്ക്കുകയാണ്. CH ഞാൻ വരയ്ക്കുന്ന ഒരു സ്പെഷ്യൽ രീതിയിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് എന്തിനാ അപ്പം അങ്ങനെ വരയ്ക്കുന്നതെന്നല്ലേ. എന്നാലാണ് നമുക്ക് 1 2 3 4 5 6 ഇത് സ്ട്രെയിറ്റ് ചെയിൻ തന്നെയാണ്, ഞാനൊന്ന് വളച്ച് വരച്ചതേ ഉള്ളൂ. വിച്ച് വെൻ ഹീറ്റഡ് വിത്ത് ഓക്സൈഡ്സ് ഓഫ് മോളിബിഡനം, വെനേഡിയം ഓർ ക്രോമിയം, ഇവരുടെ ആരുടെയെങ്കിലും ഓക്സൈഡ്സ് Cr2O3 അല്ലെങ്കിൽ MoO3 ഓർ V2O5 ഏതെങ്കിലും വെനേഡിയം ഓക്സൈഡ്സ്, ഏതെങ്കിലും ഒരു ഓക്സൈഡ്സ് ഓഫ് ദീസ്, ദാറ്റ് ഈസ് മോളിബിഡനം, വെനേഡിയം ഓർ ക്രോമിയം, വെൻ ഹീറ്റഡ് വിത്ത് an alkane with 6 or more 6 to 8 carbon atom supported with alumina. ആരും കൂടെ ഉണ്ടായിരിക്കണം alumina at almost 773 Kelvin. പ്രഷറും കൂടെ നോക്കിക്കാട്ടെ. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ റീടേക്ക് ചെയ്യാൻ വയ്യ. 10 to 20 atmosphere. That is alkanes when heated with any oxides of molybdenum, vanadium or chromium in presence of aluminium oxide, alumina, Al2O3 at 773 Kelvin at 10 to 20 atmospheric pressure. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ എഴുതാം? ഞാൻ Cr2O7 എടുത്തു, Al2O3 compulsory, temperature, then 10 to 20 atmosphere. This will undergo എന്തൊക്കെയാണ് നടക്കുന്നത് അവിടെ? This will undergo dehydrogenation. ഹൈഡ്രേഷൻ ഡീഹൈഡ്രോജനേഷൻ, ഹൈഡ്രജനെ റിമൂവ് ചെയ്യും, സൈക്ലൈസേഷൻ നടക്കും, പിന്നെ ആരോമാറ്റൈസേഷൻ നടന്നിട്ട് ഇറ്റ് വിൽ ബി ഫോമിങ് എന്തുണ്ടാവും? ഇറ്റ് വിൽ ബി ഫോമിങ് ആൻ ആരോമാറ്റിക് കോമ്പൗണ്ട്. 1 2 3 4 5 6 കണ്ടോ? ദിസ് അണ്ടർഗോസ് സൈക്ലൈസേഷൻ, ഡീഹൈഡ്രോജനേഷൻ, ഇവിടെയുള്ള ഹൈഡ്രജനൊക്കെ റിമൂവ് ചെയ്യും, സൈക്ലൈസേഷൻ സൈക്കിളായിട്ട് ഫോം ചെയ്യും, ആൻഡ് ആരോമാറ്റൈസേഷൻ. ആൻഡ് ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ആരോമാറ്റൈസേഷൻ. ഐസോമറൈസേഷൻ കേട്ടോ. ദാറ്റ് ഈസ് സൈക്ലൈസേഷൻ, ഡീഹൈഡ്രോജനേഷൻ ആൻഡ് isomerization to form a new aromatic compound, and this process is called as aromatization. ഓർമ്മയുണ്ടല്ലോ, ക്രോമിയോ, വെനേഡിയോ, മോളിബിഡനം അവരുടെ ഓക്സൈഡ്സ് അലൂമിന കമ്പൽസറി, ഹൈ ടെമ്പറേച്ചർ 10 to 20 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആകുമ്പോൾ എന്ത് മാറ്റും? ദേ വിൽ അണ്ടർഗോ. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് ഹൗ യു ക്യാൻ പ്രിപ്പയർ ടൊളുവിൻ ഫ്രം എൻ ആൽക്കെയിൻ. വിച്ച് ആൽക്കെയിൻ വിൽ ബി യൂസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ടൊളുവിൻ? ആദ്യം ടൊളുവിൻ എന്താ നമുക്ക് അറിയണമല്ലോ അല്ലേ. ടൊളുവിൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ ഉണ്ടല്ലോ. ഇനി ബെൻസീൻ ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാണ്, ഇവിടെയൊക്കെ CH ഇതിൻ്റെ മുകളിൽ ഒരു CH3 ഉള്ള ആളാണ് എന്ത്? ടൊളുവിൻ. അപ്പോൾ ടൊളുവിനിലേക്ക് മാറ്റാനും ഞാൻ Cr2O7 യൂസ് ചെയ്തു, Al2O3 എടുത്തു, ഹൈ ടെമ്പറേച്ചർ എടുത്തു, 10 to 20. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഏതാണ് സ്റ്റാർട്ടിങ് മെറ്റീരിയൽ? 1 2 3 4 5 6 7 7 എണ്ണം ഉണ്ട്. അപ്പോൾ എനിക്ക് ആരെയാണ് വേണ്ടത്? 7 എണ്ണമുള്ള ആളെ തന്നെ ഞാൻ എടുക്കും. CH2 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 1 2 3 4 5 6 7 കണ്ടോ? അപ്പം എന്താണ്? 7 കാർബണാറ്റം ഉള്ള ഒരു ആൽക്കീന് ക്രോമിയം, അതായത് ക്രോമിയം ഓക്സൈഡും അലൂമിനിയം ഓക്സൈഡിനെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത സമയത്ത് എന്താവും? ഇവിടെ ആരോമറ്റൈസേഷൻ നടക്കും, ഇവിടെ സൈക്ലൈസേഷൻ നടക്കും, ഇവിടെ ഐസോമറൈസേഷൻ നടക്കും, ഡീഹൈഡ്രോജനേഷൻ നടന്നിട്ട് ഐ വിൽ ബി ഗെറ്റിംഗ് ടൊളുവിൻ. അപ്പം എത്ര കാർബണാറ്റം ഉണ്ടോ നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾ അങ്ങനെ ആൽക്കെയിനെ അറേഞ്ച് ചെയ്ത്, അതായത് കാർബൺ 6 to 8 കോമ്പൗണ്ട്സ് ആണ്, അതായത് ആൽക്കെയിൻ, അവരാണ് ഈ ആരോമറ്റൈസേഷൻ ചെയ്യുക. ക്ലിയർ ആയോ? ഇനി അടുത്ത് നമുക്കുള്ളത് തെർമൽ ഡീകമ്പോസിഷൻ ഓർ പൈറോളിസിസ്. ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. വാട്ട് ഈസ് മെൻ ബൈ പൈറോളിസിസ് എന്ന് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് മെൻ ബൈ തെർമൽ ക്രാക്കിംഗ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് അറിഞ്ഞു വെച്ചോളൂ, എല്ലാം ഒന്നും മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക, ഒന്ന് റിഫ്രഷ് ചെയ്താൽ എളുപ്പമാണ് കേട്ടോ.
എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? തെർമൽ ഡീകമ്പോസിഷൻ ഓർ പൈറോളിസിസ്. പൈറോളിസിസ് എന്ന് പറഞ്ഞാൽ ഡീകമ്പോസിഷൻ ഓഫ് എ കോമ്പൗണ്ട് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ്. ഹീറ്റ് ചെയ്യുമ്പം ഒരു കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്യുക, അതായത് പല പല പ്രൊഡക്റ്റായിട്ട് അത് ഫോം ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പൈറോളിസിസ്. അത് ഏതിൻ്റെ പ്രസൻസിലായി? ഹീറ്റ് ചെയ്യുമ്പം. or it is also known as thermal cracking. Crack ചെയ്യുക, that is decomposition of a compound by the application of heat is known as pyrolysis or thermal cracking or thermal decomposition. ഇനി ആൽക്കെയിൻ, higher alkanes when heated at high temperature it undergo decomposition to form alkene. lower alkenes ഒക്കെ അത് ഫോം ചെയ്യും. അതായത് ഹയർ ആൽക്കെയിൻ, ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഹെക്സെയിൻ. ഹെക്സെയിൻ ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് ആൽക്കീന് കിട്ടുന്നുണ്ട്, ആൽക്കെയിൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു ഹയർ ആൽക്കെയിൻസിനെ ഡീകമ്പോസ് ചെയ്ത ആൽക്കെയിൻസിനും ലോവർ ആൽക്കെയിൻസിന് ആൽക്കെയിൻസ് കിട്ടും. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ച് ദ പ്രിൻസിപ്പിൾ മെയിൻലി ബിഹൈൻഡ് ദിസ് തെർമൽ ഡീകമ്പോസിഷൻ ഇസ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം. അത് നമുക്ക് പഠിക്കാനില്ല, ഭാഗ്യം, അതൊന്നും ഇവിടെ പഠിക്കാനില്ല. ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ്. പിന്നെ ഈ ഒരു പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഈ പെട്രോൾ ഗ്യാസ്, ഓയിൽ ഗ്യാസ് ഫ്രം കെറോസിൻ ഓയിൽ ആൻഡ് ഓൾ വി ആർ ഡെവലപ്പിംഗ്. നമ്മൾ അവിടെ നിന്ന് ഈ പെട്രോൾ, അതായത് നമുക്ക് ഈ പെട്രോൾ ഗ്യാസും അല്ലെങ്കിൽ ഗ്യാസസ് ഒക്കെ നമ്മൾ ഈ കെറോസിൻ ഓയിൽ നിന്നൊക്കെ കിട്ടുന്നത് ദ മെത്തേഡ് ഓഫ് തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ വഴിയാണ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമ്മൾ പറഞ്ഞു ക്ലോറിനേഷൻ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് നമ്മൾ ഓക്സിഡേഷൻ, കംപ്ലീറ്റ് ഓക്സിഡേഷൻ, ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ, പിന്നെ കൺട്രോൾഡ് ഓക്സിഡേഷൻ പറഞ്ഞു. കോപ്പർ യൂസ് ചെയ്യുമ്പം ആൽക്കഹോളാണ്, മോളിബിഡിൻ ഓക്സൈഡ് ആൽഡിഹൈഡാണ്, സിൽവർ ഓക്സൈഡ് യൂസ് ചെയ്യുമ്പം ആസിഡാണ് കിട്ടുകയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ഐസോമറൈസേഷനാണ്. ഐസോമറൈസേഷന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? സ്റ്റീമിൻ്റെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റീമിന് ഏതിൻ്റെ പ്രസൻസിലാണ് ഹീറ്റ് ചെയ്യുന്നത്? നമ്മൾ നിക്കലിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യും. ഹൈ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 1273 കെൽവിനിൽ നമുക്ക് കാർബൺ മോണോക്സൈഡ് ഡൈഹൈഡ്രജനും കിട്ടും. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഫോർ ഡൈഹൈഡ്രജൻ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് നമ്മുടെ ആരോമറ്റൈസേഷനാണ്. ആരോമറ്റൈസേഷനിൽ നമ്മൾ എന്ത് പറഞ്ഞു? അലുമിനിയം, മോളിബിഡിനം, വെനേഡിയം, അവർ ഓക്സൈഡ്സ് ഇൻ പ്രസൻസ് ഓഫ് അലൂമിന അറ്റ് ഓൾമോസ്റ്റ് 600 ഡിഗ്രി സെൽഷ്യസും 35 അറ്റ്മോസ്ഫിയറിക് പ്രഷറും ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ബെൻസീനും അതിൻ്റെ ഡെറിവേറ്റീവ്സും ഉണ്ടാക്കുന്നതിനും. പിന്നെ തെർമൽ ഡീകമ്പോസിഷൻ ആൻഡ് പൈറോളിസിസ്. അപ്പോൾ ഇന്ന് ഇത്രയും മതി. അപ്പോൾ നല്ലോണം ഒന്ന് ഇതുവരെ നല്ലോണം ഒന്ന് റിവൈസ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കൺഫർമേഷൻ. അത് ഇതിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത് ചിലപ്പോൾ 1.5 മണിക്കൂറാവും. അപ്പോൾ അതുകൊണ്ട് വേണ്ട, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൺഫർമേഷൻ മാത്രം ക്ലിയർ ആയിട്ട് എടുക്കും. അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. എന്താണെന്ന് വെച്ചാൽ അതേ ടോപ്പിക്ക് നമുക്ക് ഓരോ ഓർഗാനിക് എടുക്കുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കെമിസ്ട്രീൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് ഈ കൺഫർമേഷൻ. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിലെടുക്കാം. എല്ലാവരും നന്നായി പഠിക്കാം. മനസ്സിലാവാത്തവരെ കമൻസിലിട്ട് ഓക്കെ. താങ്ക് യു.